ഓണം എന്ന് പറഞ്ഞ നമ്മുടെ സങ്കല്പത്തെപ്പറ്റി തുടങ്ങാം. നമ്മളെല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണത്തെപ്പറ്റി ഒരു പ്രബലമായ ചരിത്രം നമുക്കുണ്ട്. അത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ തന്നെ, കോളേജിലുമൊക്കെ അല്ലേ. കോളേജിൽ അതില്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിലും മഹാബലി എന്നൊരു ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നു. നമ്മൾ കേരളം ഏത് രീതിയിൽ കാണണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു രീതിയിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇന്ന് എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് തന്നെയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, എള്ളോളമില്ല ചതിയും പൊളിവചനവും. ഇങ്ങനെയൊക്കെ സമത്വ സുന്ദരമായ ഒരു കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയെ എന്ത് കാരണത്താലാണെന്നറിയില്ല പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്രേ. അദ്ദേഹം ഭരണത്തിൽ മോശക്കാരനായതുകൊണ്ടാണോ അതോ പ്രജകളെ നല്ല രീതിയിൽ സംരക്ഷിക്കാത്തവനായതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും എത്ര ഭംഗിയായി പ്രജകളെ ഭരിച്ചാലും നോക്കിയാലും അവൻ്റെ ഗതി അവസാനം പാതാളത്തിൽ തന്നെ എന്നുള്ളതാണ് ഓണത്തിൻ്റെ ഒരു ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സത്യസന്ധത വേണ്ട, ധർമ്മം വേണ്ട, നീതി വേണ്ട, ന്യായം വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ ചെയ്ത ഒരുത്തൻ്റെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടുന്നോ വന്ന ഒരു കുള്ളൻ, നമ്മുടെ വെട്ടൂർ പുരുഷൻ്റെ സൈസിലുള്ളൊരു കുള്ളൻ ഒരു ഓലക്കുടയുമായിട്ട് വന്നിട്ട് ഒരു കാരണവുമില്ല അങ്ങ് ചവിട്ടി അങ്ങ് താത്തി. കാരണം പ്രജകളെ അങ്ങനെ ഭംഗിയായിട്ട് താൻ ഭരിക്കേണ്ട കാര്യമില്ല. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ കേരളത്തിൻ്റെ ദുരവസ്ഥ. പക്ഷേ മനസ്സാക്ഷിക്കുത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു ദിവസം ഒരു വിസ കൊടുത്തു അദ്ദേഹത്തിന്, ഒരു എമിഗ്രേഷൻ ക്ലിയറൻസ് ഫ്രം ദി പാതാളം ടു കേരള, വന്ന് പ്രജകളെയൊക്കെ ഒന്ന് കാണുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മാമൂക്കയും ഞാനും അഭിനയിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മൾ അഭിനയിക്കും. എങ്ങനെ? മുറ്റത്ത് ഇങ്ങനെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട്, ഇല്ലാത്ത പൂക്കളൊക്കെ ഉണ്ടാക്കി, അവിടുത്തെ പെൺകൊച്ചുങ്ങൾ ഒരിക്കൽ പോലും ഇരിക്കാത്ത പെൺപിള്ളേരെല്ലാം കൂടെ തറയിലിരുന്നിട്ട് ഇങ്ങനെ അത്തപ്പൂക്കളം ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അങ്ങേരെ പറ്റിക്കണം. അങ്ങേരെ ഓലക്കുടയായിട്ട് വരുമ്പം ഓ നന്നായിരിക്കുന്നു. അത് കഴിഞ്ഞാൽ തന്നെ വേറെ ജോലിയില്ലാത്ത കുറേ പെണ്ണുങ്ങൾ, ഇന്ന് ടി വിയിലെ ഫ്രണ്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ, തിരുവാരകളി അങ്ങനെ അങ്ങനെ. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ എന്താ, ഇവിടുത്തെ സ്ത്രീകളെല്ലാം സന്തോഷവതികളാണ്. എന്ത് സന്തോഷമാണ് അവർക്ക്. അവരിതാ അപ്പുറത്ത് വട്ടം കൂടി നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നു, എന്തോ പാട്ടുമൊക്കെ പാടി സന്തോഷവതികളായിട്ട് കുടുംബിനികൾ അവിടെ ഉണ്ട്. ഗ്രഹനാഥന്മാരെന്ത് ചെയ്യും? ഗ്രഹനാഥന്മാരെന്ത് ചെയ്യണു? അവർ ഈ പേപ്പാടത്തും കാര്യമൊക്കെ നോക്കിയിട്ട് വയ്ക്കോലെ ചിക്കിയിട്ട് അത് ഇട്ട് നിൽക്കുക, അങ്ങോട്ട് വയ്ക്കലൊക്കെ ചിക്കുക, ഇവിടെയൊക്കെ ചിക്കുക, ആ നെല്ലൊക്കെ അങ്ങോട്ട് മാറ്റിയിടുക. അപ്പോൾ സമ്പൽ സമൃദ്ധമായ ഒരു കേരളത്തിനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഓണം. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ ഓണം? അതല്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമത്വസുന്ദരമായ ഒരു കേരളം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദമില്ല, അല്ലലില്ല, അങ്ങനെയുള്ള സമത്വസുന്ദരമായ ഒരു കേരളം മഹാബലിയുടെ മുമ്പിൽ നാം ഫേക്കായിട്ട് കാഴ്ചവെക്കുന്നത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മളൊക്കെ ഇനിയത്തെ തലമുറ അത് ശ്രമിച്ചിരിക്കണം. അത് ശ്രമിക്കാൻ വേണ്ടിയുള്ള സമയമായി. അങ്ങനെ സമത്വസുന്ദരമായ ഒരു കേരളം നമുക്ക് മനസ്സിൽ കാണണം.